സാർ, ഈ പ്രശ്നത്തിന് അനാവശ്യമായി വർഗീയത നിറം കൊടുക്കുകയാണ്. കടപ്പുറത്ത് വിഭിന്ന രാഷ്ട്രീയ ചിന്താഗതിക്കാരായ രണ്ട് വിഭാഗം ആളുകൾ തമ്മിൽ നിസ്സാരമായ ഒരു പ്രശ്നത്തെ ചൊല്ലുണ്ടായ സംഘടനമാണ്. പ്രശ്നം ഗുരുതരമായപ്പോ വർഗീയത പേര് പറഞ്ഞ് ചിലർ രക്ഷപ്പെടാൻ ശ്രമിക്കുക. ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് എന്റെ വിശ്വാസം. ചുമ്മാ വാചകം അടിക്കാ സാറേ. അങ്ങനെയാണെങ്കിൽ പോലീസ് വെടിവെപ്പിൽ രണ്ട് ക്രിസ്ത്യൻ യുവാക്കൾ മാത്രം മരിച്ചെങ്ങനെ? ഹിന്ദുവായ ആരുടെ വികാരം എനിക്ക് നല്ലപോലെ മനസ്സിലായി. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഇതൊരു വർഗീയ സംഘടനമാക്കി മാറ്റിയതിന്റെ ഉത്തരവാദിത്വം ഇത് നിയന്ത്രിക്കാൻ ചെന്ന ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെയാണ്. നമുക്ക് പറയാനുള്ള മിനിസ്റ്ററോട് പറയാം. ഈ സംഭവത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഇന്ന് തന്നെ എനിക്ക് കിട്ടണം. ഇന്ന് രാത്രി തന്നെ ആ റിപ്പോർട്ടുമായി എനിക്ക് മിനിസ്റ്ററെ കാണണം. ശരി സർ. മിസ്റ്റർ കൃഷ്ണുണ്ണി, ആ രാഷ്ട്രീയക്കാർ പറഞ്ഞു ഓർത്ത് നിങ്ങൾ വെറുതെ തലപുണ്ണാക്കണ്ട. അവരതും പറയും, അതിനപ്പുറവും പറയും. നിങ്ങളെടുത്ത തീരുമാനത്തെക്കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. യു മസ്റ്റ് ഗീവ് ദ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഇമ്മീഡിയറ്റ്ലി. നിൽക്കൂ, കുറച്ചുകൂടെ ടൈപ്പ് ചെയ്യാനുണ്ട്. ഇന്ന് തന്നെ കിട്ടണം. വളരെ അർജന്റ് മാറ്ററാണ്. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല സർ. ഒന്ന് വേഗം ആവട്ടെ രാധിക സാറേ. മണി 6 വീട്ടിൽ പോണ്ടേ? എന്തൊരു കഷ്ടമാണിത്. കഷ്ടകാലം പിടിച്ചവൻ തലമുട്ട അടിച്ചപ്പോ കല്ലുമഴ പെയ്തെന്ന് പറഞ്ഞ കൂട്ടത്തിലാ. കഴിഞ്ഞോ? ഞാൻ പൊയ്ക്കോട്ടെ സാർ. ആ ശരി. നിർത്തും. ബസ് കിട്ടിയില്ലേ? ഇപ്പൊ വരും. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, സമയം വളരെയായി. ഞാൻ കൊണ്ടുവിടാം. കയറൂ കയറൂ. മമ്മിക്ക് കുറച്ച് ജോലി ചെയ്തു തീർക്കാനുണ്ടായിരുന്നു മോളെ. അതാരാ മമ്മി? അങ്കിളാണോ മമ്മി? അങ്കിൾ ഇറങ്ങുന്നില്ലേ? വാ അങ്കിൾ, ഇറങ്ങ അങ്കിൾ. വണ്ടി അടിച്ചോളൂ. വരണം സാർ. അകത്തേക്കിരിക്കാം. ഇല്ല, സമയം പോയി. പോയിട്ട് കുറച്ച് ജോലിയുണ്ട്. സാർ ആദ്യമായിട്ട് വീട്ടിൽ വന്നിട്ട് ഒരു ഗ്ലാസ് കാപ്പി പോലും കുടിക്കാതെ. ഒന്നും വേണ്ട. മോൾ അങ്കിളിന്റെ കൂടെ വരുന്നോ? നാളെ വരാം. അങ്കിൾ എന്ന് മോളുടെ വീട്ടിൽ കിടക്കാം. ഞാൻ മറ്റേ അങ്കിൾ ടാറ്റാ. ടാറ്റാ. അയ്യോ അങ്ങനെയല്ല. എടി അവൻ എന്തിനാ ഇവിടെ വന്നെന്ന് വിക്രമ കിടന്ന് നമുക്ക് ഓഫീസിൽ കുറെ ജോലി ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. സമയം പോയതുകൊണ്ട് ആ നല്ല മനുഷ്യൻ ഇവിടെ കൊണ്ട് നാക്കി. അതെന്താ തെറ്റ്? ഓ, ഒരു നല്ല മനുഷ്യൻ. പുന്നാര മോളുടെ പഴയ ആളല്ലേ വിക്രമ. അവനെ പറഞ്ഞാൽ തനിക്ക് സങ്കടം വരും അല്ലേ? നിന്നെ
തുറക്ക് മുത്തച്ഛ മമ്മി ആ അമ്മ എപ്പോ വന്നു? വൈകുന്നേരം മോനെന്താ അത്രയും താമസിച്ച്? ഓഫീസിൽ കുറച്ച് ജോലി കൂടുതലുണ്ടായിരുന്നു. ആ വലിയ വീട്ടിലെ വലിയ കുറിപ്പിന്റെ മോള് നിന്റെ ആഫീസിലാണെന്ന് കേട്ടല്ലോ. അവളെ ആ വിക്രമൻ വല്ലാതെ ഉപദ്രവിക്കുന്നെന്ന് കേട്ടല്ലോ. നേരാണോ? അമ്മയുടെ കാര്യം പറഞ്ഞു. ഗോപം പറഞ്ഞു. ആ അവനോട് പോയി. അവൻ വെളിയിൽ എങ്ങാണ്ട് പോയതാ. മോനെ, എനിക്ക് 2 ദിവസം കഴിഞ്ഞാ പോണം. എന്നാ പിന്നെ അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇപ്പൊ തന്നെ പോയിക്കോ. നീ അവിടെ ഇരിക്ക്. നീ ദേഷ്യപ്പെട്ടാൽ എങ്ങനെ? നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. അമ്മ ഇനി എങ്ങും പോകണ്ട. എന്റെ ഇവിടെ താമസം മതി. അതെ അതെ അതെ. പെട്ടെന്ന് വന്ന ആലോചന ആയതുകൊണ്ട് ഒന്നിനും സമയമില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ വരട്ടെ ഉണ്ണി. ഉണ്ണിയോട് ഞാൻ പ്രത്യേകം ഒന്നും പറയേണ്ട കാര്യമില്ല. ശരി സർ. ആ എന്താ സാറിന്റെ മുഖത്തൊരു ഉറക്കച്ചടവ്? ഇന്നലെ രാത്രി ഓവർ ടൈം അല്ലായിരുന്നോ? ഇത് ഉറങ്ങിയില്ല, അതായിരിക്കും. രാധികേ, എന്താ നിന്റെ മുഖത്തൊരു വല്ലായ്മ? ഇന്നലെ വീട്ടില് ആ വരണം സാർ. ആദ്യം ഉണ്ടോ? ഉണ്ട്. ആ സാർ ഒരു മിനിറ്റ്. സാരമില്ല, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾക്ക് എന്നോട് നീരസമായിരിക്കും, എനിക്കറിയാം. ഞാൻ 4 പേരുടെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും വെട്ടിത്തുറന്ന് പറയും. അത് അന്നേരത്തെ ഒരു ആവേശമായിട്ട് കരുതിയാൽ മതി. ഒന്നും മനസ്സിൽ വെച്ചേക്കണ്ട. ആ ഇന്നലെ രാത്രി ഞാൻ മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചു. പുള്ളി നല്ല ചൂടിലായിരുന്നു. ഇന്നലത്തെ പ്രശ്നം നിങ്ങൾ കൈകാര്യം ചെയ്ത രീതി പുള്ളിക്കത്ര ശരിയായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞ് പുള്ളി തണുപ്പിച്ചെടുത്തു. മിസ്റ്റർ കൃഷ്ണുണ്ണി, നിങ്ങൾ വളരെ ചെറുപ്പമാണ്. ഒരു കാരണവശാലും മുകളിലുള്ള അപ്രീതിക്ക് കാരണമാകരുത്. ഇന്നത്തെ കാലത്ത് ആദർശം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ആ നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അതെ, ആ പെൻഷൻ ലിസ്റ്റിലുള്ള 3-4 പേര് എനിക്ക് താല്പര്യമുള്ളവരാ. എന്തെങ്കിലും അല്പ സ്വല്പ അപാധകൾ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ണടച്ച് വിട്ടേക്കണം. നിങ്ങൾ റെക്കമെൻഡ് ചെയ്താൽ മതി. മുകളിലുള്ളവരുടെ കാര്യമൊക്കെ ഞാൻ ഏറ്റു. അതൊക്കെ നമുക്ക് ആലോചിക്കാം. ഇപ്പൊ എനിക്ക് അല്പം തിരക്കുണ്ട്. അല്ല, അവകാശം മതി, തിരക്കൊന്നുമില്ല. ഇവിടെ നേരത്തെ ഇരുന്ന ആദ്യം അറിയില്ലേ, രവീന്ദ്രൻ? ആളിപ്പോ ജില്ലാ കളക്ടറാ. എനിക്ക് അയാളോട് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. റവന്യൂ മിനിസ്റ്റർ എന്റെ കക്ഷിപ്പെട്ട ആളാ. ഒന്ന് തിരുവനന്തപുരം വരെ പോകേണ്ടി വന്നു, അത്ര തന്നെ. പിന്നെ മിസ്റ്റർ കൃഷ്ണുണ്ണിയെ കുറിച്ച് എന്തൊക്കെയോ ചിലർ കേൾക്കുന്നുണ്ടല്ലോ. ഇവിടുത്തെ ഒരു സ്റ്റാഫുമായിട്ട് അടുപ്പത്തിലാണെന്നോ? അല്ല, എനിക്കത് പ്രശ്നമൊന്നുമില്ല. ചെറുപ്പക്കാരാവും, അതൊക്കെ രസമല്ലേ. പക്ഷേ കൂടുതൽ പബ്ലിക് ആവും നോക്കണം. എണീക്കണോ? എണീക്കാൻ. അല്ല, അത് മിണ്ടിപ്പോരും. താൻ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്കൊരു ചുക്കുമില്ല. പക്ഷെ ഇതിനകത്ത് ഇനിയെങ്ങാനും തന്നെ കണ്ടുപോയാ തന്റെ മുഖത്ത് ഞാൻ കാർക്കിച്ച് തുപ്പും. വിഷുവിടും പത്രാവശ്യമല്ലേ? പത്രാധിപരുണ്ടോ? ഒന്ന് കൊടുത്തേ.
ആ ഹലോ, ഇത് ഞാനാ രാമൻ നായർ. ഒരു വിശേഷ വാർത്ത ഉണ്ടായിരുന്നു. നമ്മളെ RDO ഓഫീസിൽ മത്സ്യത്തൊഴിലാളി ക്ഷേമം 132 കോടിയുടെ വൻ പദ്ധതി. വേറെ വല്ലതും വായിക്കുന്നു വേറെ കലക്കണമുണ്ട് കേട്ടോ. RDOയുടെ